ശ്രീ മഹാഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ ദക്ഷയാഗം കഴിഞ്ഞുള്ള അടുത്ത ഭാഗം ധ്രുവചരിതം. സ്വയംഭുവ മനുവിൻ്റെ രണ്ട് പുത്രന്മാരാണല്ലോ ഉത്താനപാദനും പ്രിയവ്രതനും. ഉത്താനപാദൻ്റെ കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഉത്താനപാദ മഹാരാജാവിന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു. ആദ്യ ഭാര്യ സുനീതി, രണ്ടാം ഭാര്യ സുരുചി. ഇരുവർക്കും ഓരോ പുത്രന്മാരുമുണ്ട്. സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ. സുനീതിയുടെ പുത്രൻ ധ്രുവൻ. രാജാവിൻ്റെ ഇരു പത്നിമാരിൽ കൂടുതൽ സുന്ദരി സുരുചിയായിരുന്നു. അവളോടാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രിയം. സുനീതി സുശീലയും വിഷ്ണുഭക്തയുമായിരുന്നു. സുനീതി. ഒരു നാൾ ഉത്താനപാദൻ്റെ മടിയിലിരുന്ന് കളിക്കുമ്പോൾ അവിടേക്ക് ധ്രുവൻ വന്നെത്തി. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുവാൻ അവനുമുണ്ടായി ആഗ്രഹം. പക്ഷേ രാജാവ് അവനെ അവഗണിക്കുകയാണ് ചെയ്തത്. നാണം കെട്ടുപോയ ധ്രുവൻ മണ്ണിൽ കാൽനഖമൂന്നി നിന്ന് കരഞ്ഞുപോയി. അപ്പോൾ അവിടേക്ക് സുരുചിയും വന്നു. അവൾ ധ്രുവനെ പരിഹാസം കലർത്തി ശകാരിച്ചു. നീ നിൻ്റെ അമ്മയോട് ചെന്ന് പറയുക. അവൾ വിചാരിച്ചാൽ നിൻ്റെ ആഗ്രഹം നടന്നേക്കും. നിന്നെ മഹാരാജാവ് തൊടുക പോലുമില്ല. വെറുതെ കരഞ്ഞ് കാലം കളയണ്ട. മഹാരാജാവിനെ തൊടാൻ ശ്രമിക്കുകയും വേണ്ട. അകലേക്കു മാറി നിന്ന് കരയുക. എൻ്റെ മകനു മാത്രമേ രാജാവിൻ്റെ ഉത്സംഗത്തിൽ കയറാൻ യോഗ്യതയും അവകാശവുമുള്ളൂ. നീ ഭഗവാൻ നാരായണനെ ചെന്നു ഭജിക്കൂ. അദ്ദേഹം വിചാരിച്ചാൽ നീ അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ ഉദരത്തിൽ വന്നു പിറക്കും. അപ്പോൾ നിനക്ക് രാജാവിൻ്റെ മടിയിൽ കയറാൻ ഭാഗ്യം കിട്ടും. ഇപ്പോൾ രാജസഭയിൽ നിന്നും പുറത്തു പോകൂ. രാജാവിനെ തൊടുകയുമരുത്. സുരുചിയുടെ ഘോരവചനങ്ങൾ കേട്ട് പിതാവ് വിവശനായിരിക്കുന്നത് ധ്രുവൻ മനസ്സിലാക്കി. അവൻ അത്യന്തം ദീനനായി. ധ്രുവൻ കരഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയായ സുനീതിയോട് നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അവൾ ചേറും പൊടിയും പുരണ്ട അവൻ്റെ പാദങ്ങളും കണ്ണീരണിഞ്ഞ മുഖവും തുടച്ച് അവൻ്റെ മൂർധാവിൽ വീണ്ടും വീണ്ടും ചുംബിച്ചു. അവനെ തൻ്റെ മടിയിൽ പിടിച്ച് ഇരുത്തിയിട്ട് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. മകൻ ഗദ്ഗദാക്ഷരനായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സുനീതിക്കൊന്നും മനസ്സിലായി. അറിഞ്ഞോ അറിയാതെയോ ഇതിനെല്ലാം മഹാരാജാവിൻ്റെ ഒത്താശയുണ്ട്. അങ്ങനെയല്ലെങ്കിൽ സുരുചി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുകയും പെരുമാറുകയുമില്ലല്ലോ. താനും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നതിൽ മഹാരാജാവിന് ലജ്ജ തോന്നുന്നുണ്ടാവും. അത്ര നിർഭാഗ്യവതിയായ തൻ്റെ പുത്രനായി നീയും ജനിച്ചുവല്ലോ എന്നായിരുന്നു സുനീതി ഖേദത്തോടെ മകനോട് പറഞ്ഞു പോയത്. രാജാവിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം സ്വന്തം നിർഭാഗ്യത്തിൽ പരിതപിക്കുകയാണ് സുനീതി. ആക്ഷേപിക്കുവാൻ വേണ്ടിയാണ് ധ്രുവനോട് വിഷ്ണുവിനെ പോയി ഭജിക്കാൻ സുരുചി പറഞ്ഞത്. പക്ഷേ ആ വാക്കുകൾ അനുസരിക്കാനാണ് സുനീതി മകനെ ഉപദേശിച്ചത്. സദാകാലവും വിശ്വേശനായ പരമാത്മാവിനെ വിശ്വസിച്ചാൽ നിനക്ക് സർവ്വവും ലഭിക്കുമെന്നും സുനീതി ധ്രുവനോട് പറയുന്നു. അമ്മയുടെ വാക്കുകൾ വേദവാക്യമായി സ്വീകരിച്ച് വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവൻ തപസ്സിനൊരുങ്ങി. കാട്ടിലേക്ക് പുറപ്പെട്ട ധ്രുവൻ മാർഗമധ്യേ നാരദ മഹർഷിയെ കണ്ടു. ദണ്ഡനമസ്കാരം ചെയ്ത് വിനീതനായി നിൽക്കുന്ന ധ്രുവനിൽ നിന്നും നാരദൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. യുക്തിയുക്തമായ വാക്യങ്ങൾ കൊണ്ട് തപസ് നടത്താനുള്ള ശക്തി അവനുണ്ടോ എന്ന് മഹർഷി പരീക്ഷിച്ചു നോക്കി. എല്ലാ നിലകളിലും അവൻ തപസ്സിന് അർഹനാണെന്ന് നാരദന് വ്യക്തമായി. ഈശ്വരസേവയുടെ വ്യത്യസ്ത മാർഗങ്ങളും മഹർഷി അവന് പറഞ്ഞുകൊടുത്തു. മാത്രമല്ല ഭഗവാൻ നാരായണൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അവിടുന്ന് നാരദൻ നേരെ സുനീതിയുടെയും ഉത്താനപാദൻ്റെയും അടുത്തേക്കാണ് പോയത്. മകനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നും ധ്രുവൻ ഹരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി വളരുമെന്നും നാരദൻ അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങളും ഭഗവത് ഭക്തിയോടെ കഴിയുക. ഇപ്രകാരം ചൊല്ലി നാരദൻ അവിടുന്ന് യാത്രയാവുന്നു. മധുവനത്തിലെത്തിയ ധ്രുവൻ തപസ്സിനിണങ്ങിയ ശുദ്ധസ്ഥലം കണ്ടെത്തി. തലേന്നാൾ ഉപവാസമനുഷ്ഠിച്ച് പ്രഭാതത്തിൽ ശുദ്ധജലത്തിൽ കുളിച്ച് സൂര്യോദയം കണ്ട് തൊഴുത് ഗുരുക്കന്മാരെയും ഇഷ്ടദേവതകളെയും മനസ്സാ വന്ദിച്ച് പിന്നീട് തപസ്സാരംഭിച്ചു. പ്രാണായാമം ചെയ്ത് ഉചിതമായ ആസനം സ്വീകരിച്ച് കാണുന്നതൊക്കെയും നാരായണമയം എന്ന് ചിന്തിച്ച് ധ്രുവൻ തപസ്സിൽ മുഴുകി.
താപസ വേഷം ധരിച്ച് ഭഗവാനെ ധ്യാനിച്ച് ആത്മസുഖത്തിലല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാതെ ധ്രുവൻ തപശ്ചര്യ തുടർന്നു. 3 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ഫലങ്ങൾ കഴിച്ചു. ഇതായിരുന്നു ആദ്യ മാസത്തെ രീതി. 6 ദിവസത്തിലൊരിക്കൽ പുല്ലും ഇലകളും കഴിക്കുക എന്ന രീതിയായിരുന്നു 2-ാം മാസത്തിൽ തുടർന്നത്. വെറും പാനീയം മാത്രം കഴിക്കുക, അതും 9 ദിവസം കൂടുമ്പോൾ മാത്രം. ഇതായിരുന്നു 3-ാം മാസത്തിലെ രീതി. 12 നാളിലൊരിക്കൽ വായുഭക്ഷണം മാത്രം. അതായിരുന്നു 4-ാം മാസത്തിൽ അനുവർത്തിച്ച തപശ്ചര്യ. അതിബാലനായ ധ്രുവൻ്റെ തപസ് 5-ാം മാസം തൊട്ട് കൂടുതൽ കഠോരമായി തീർന്നു. പരബ്രഹ്മവും മായയും താനും ആചാര്യനും ഒന്നാണെന്ന് കണ്ട് തൻ്റെ പ്രാണങ്ങളെ ഓം എന്ന പ്രണവമന്ത്രത്തിലടക്കി കുറ്റിപോലെ ഇരുന്നു. തപസ്സിൻ്റെ ആ പരാകാഷ്ഠയിൽ ജഗത് വിഷ്ണുമായയായിത്തീർന്നു. പ്രാണങ്ങളെ ധ്രുവൻ അടക്കിയത് മൂലം പ്രാണികുലം ദയനീയതയിലായി. സർവരുടെയും പ്രാണന് നിരോധം സംഭവിച്ചു. ദേവബ്രാഹ്മണന്മാർ ബ്രഹ്മാവിനോടും ബ്രഹ്മാവ് മഹാദേവനോടും സങ്കടമുണർത്തിച്ചു. എല്ലാവരും കൂടി വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിനെ നേരിൽ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. അവരുടെ സങ്കടങ്ങൾ ഭഗവാൻ കേട്ടു. വേണ്ടുന്നത് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരെയും സമാധാനിപ്പിച്ചു മടക്കി അയച്ചു. ഭഗവാൻ ഗരുഡവാഹനത്തിലേറി തപോനിരതനായിരിക്കുന്ന ധ്രുവൻ്റെ മുന്നിലെത്തി. പ്രാണായാമാദികളുടെ പരിശീലനത്തിലൂടെ നിശ്ചലമായ ബുദ്ധി കൊണ്ട് എങ്ങനെയാണോ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിൽസ്വരൂപം ധ്യാനിച്ചിരുന്നത്, ആ മട്ടിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ധ്രുവൻ പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തിൽ മുഴുകി. സംഭ്രമത്തോടെ എഴുന്നേറ്റ് പലപാട് ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. വികാരപൂർണതയാൽ ആദ്യമൊന്നും ധ്രുവന് ഒന്നും ഉരിയാടാൻ തന്നെ കഴിഞ്ഞില്ല. അപ്പോൾ ഭഗവാൻ അവന് വാഗ്വൈഭവം നൽകി. അതോടെ ധ്രുവൻ ഗദ്ഗദാക്ഷരനായി കോൽമയിർ കൊണ്ട് പുരുഷോത്തമനെ ദണ്ഡനമസ്കാരം ചെയ്തിട്ട് ഇപ്രകാരം സ്തുതിച്ചു: അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. എന്നെ കാത്തരുളിയാലും. ജഗദ്ഗുരുവും ജഗൽ കാരണഭൂതനും സർവസാക്ഷിയും ജഗൽ പരിപാലന അധ്യക്ഷനുമായ നിന്തിരുവടിക്ക് എൻ്റെ നിത്യനമസ്കാരം. മായായവനികയാൽ മായ്ക്കപ്പെട്ട് മേവുന്ന അങ്ങ് വേദവേദാന്തങ്ങളുടെ സൂക്ഷ്മഭാവമാണ്. ജലാശയങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നത് ഒരേ സൂര്യനാണ്. അതുപോലെ ലോകത്തിലെ സർവത്തിലും ഏകമായ പരമാത്മാവ് നിറഞ്ഞിരിക്കുകയാണ്. ആ പരമാത്മാവായ ഭഗവാൻ നാരായണന് എൻ്റെ നമസ്കാരം. വരങ്ങൾ തരുന്നതിൽ തൽപരനായ വിഷ്ണു, അങ്ങേക്ക് എൻ്റെ നിത്യമായ സ്തുതി. ഇങ്ങനെ നമസ്കരിച്ചും സ്തുതിച്ചും ബഹുഭക്തിയോടെ നിൽക്കുന്ന ധ്രുവൻ്റെ വിശ്വാസവും സാധുശീലവും ആത്മാർത്ഥതയും കണ്ട് ചിത്തം തെളിഞ്ഞ അഖിലേശനായ അച്യുതൻ ധ്രുവൻ അനുഭവിച്ച മാനസിക വിഷമങ്ങളെല്ലാം താൻ അറിഞ്ഞിരിക്കുന്നതായി അവനോട് പറഞ്ഞു. ഇനി വിഷാദിക്കേണ്ടതില്ലെന്നും 26,000 വർഷം സിംഹാസനത്തിൽ ശത്രുക്കളില്ലാതെ വാഴുവാൻ നിന്നെ അനുഗ്രഹിക്കുന്നുവെന്നും വേണ്ടുന്ന വരങ്ങൾ ചോദിച്ചുകൊള്ളൂ എന്നും മഹാവിഷ്ണു അരുളി ചെയ്തു. ഇളയമ്മയുടെ വാക്കുകളുടെ കയ്പ് മനസ്സിലുണ്ടായിട്ടും ഭഗവാൻ ആഗ്രഹിച്ചതെല്ലാം തരുമെന്നറിഞ്ഞിട്ടും ധ്രുവനെ ലൗകികമായ ആസക്തികളൊന്നും തീണ്ടിയില്ല. അനിത്യമായ രാജ്യാദികളിൽ തനിക്ക് തെല്ലും ആഗ്രഹമില്ലെന്നും ഭക്തിയോടെ ഭഗവത് പാദസേവ ചെയ്ത് കഴിയാൻ അവസരം തരണമെന്നും സർവകാലത്തിലും സകല ലോകത്തിനും സർവഗ്രഹങ്ങൾക്കും സാക്ഷിയായി സർവജ്ഞനായി എല്ലാം കണ്ടങ്ങനെ കഴിയാനുള്ള ഭാഗ്യം ഉണ്ടാകണമെന്നും ധ്രുവൻ ഭഗവാനോട് അപേക്ഷിച്ചു. അതുപ്രകാരം സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ തിരോഭവിച്ചു. അപ്രത്യക്ഷനായിട്ടും ഭഗവാന്റെ സ്വരൂപം ധ്രുവൻ്റെ മനസ്സിൽ വിളങ്ങി നിന്നു. ഏത് വരവും ചോദിച്ചു കൊള്ളുവാൻ ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടും ആനന്ദകരമായ മോക്ഷം ചോദിക്കുവാനായില്ലല്ലോ എന്ന് ധ്രുവൻ തെല്ലുകുണ്ഠിതപ്പെട്ടു. ധ്രുവൻ്റെ മനസ്സിൻ്റെ വലിപ്പം വ്യക്തമാകുന്ന ഒരു കഥാമുഹൂർത്തം കൂടിയാണിത്. നാട്ടിൽ മടങ്ങിയെത്തിയ ധ്രുവനെ ഉത്താനപാദന് സുരുചിയിൽ ജനിച്ച പുത്രനായ ഉത്തമൻ സർവ്വസന്നാഹങ്ങളോടും കൂടി വന്ന് എതിരേറ്റു. ആ സഹോദരന്മാരുടെ സംഗമം വികാരനിർഭരമായിരുന്നു. പിന്നീട് അച്ഛനെ ചെന്ന് കണ്ടു വണങ്ങി ഉത്താനപാദൻ മകനെ മാറിൽ ചേർത്ത് ആലിംഗനം ചെയ്തു.
ആനന്ദാശ്രുക്കൾ കൊണ്ട് മകൻ്റെ മൂർധാവിൽ അഭിഷേകം നടത്തി. പിന്നീട് ധ്രുവൻ അമ്മമാരായ സുരുചിയെയും സുനീതിയെയും കണ്ടു വന്ദിച്ചു. അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി വാർദ്ധക്യമണഞ്ഞപ്പോൾ ഉത്ഥാനപാതൻ ധ്രുവനെ രാജാവായി അഭിഷേകം ചെയ്തു. ധ്രുവൻ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ പുത്രിയായ ഭൂമിയെ വിവാഹം കഴിച്ചു. അതിൽ കൽപ്പൻ എന്നും വത്സരൻ എന്നും 2 പുത്രന്മാർ പിറന്നു. പിന്നീട് വായുപുത്രിയായ ഇളയെ വിവാഹം കഴിച്ചു. അതിൽ ഉൽക്കലൻ എന്നു പേരായ പുത്രനും ജനിച്ചു. ഇനി ഉത്ഥാനപാതൻ്റെ മറ്റൊരു പുത്രനായ ഉത്തമൻ്റെ ചരിത്രം നോക്കാം. ഉത്തമൻ വിവാഹം കഴിക്കുകയുണ്ടായില്ല. വേട്ടയാടാനായി ഒരിക്കൽ അയാൾ കാട്ടിൽ പോയി. അവിടെ വെച്ച് രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടി. ഒടുവിൽ മരണപ്പെടുകയും ചെയ്തു. അവൻ്റെ അമ്മയായ സുരുചി മകനെ തിരഞ്ഞ് കാട്ടിലെത്തുകയും അവിടെയുണ്ടായ കാട്ടുതീയിൽ അകപ്പെട്ട് മരിക്കുകയും ഉണ്ടായി. സഹോദരൻ്റെ ദുർമൃതി അറിഞ്ഞപ്പോൾ കോപിഷ്ഠനായ ധ്രുവൻ രാക്ഷസ നിഗ്രഹത്തിനായി കാട്ടിലെത്തി. രാക്ഷസന്മാരെ സഹായിക്കാൻ യക്ഷന്മാരും വന്നെത്തിയിരുന്നു. യുദ്ധം ഭയങ്കരമായി. ധ്രുവൻ്റെ പരാക്രമത്തിൽ യക്ഷരാക്ഷസ വംശം മുടിയുമെന്നായപ്പോൾ മഹാവിഷ്ണു ഗരുഡ ആരൂഢനായി പ്രത്യക്ഷനായി. ധ്രുവനുണ്ടായ ആനന്ദം വർണ്ണനാതീതമായിരുന്നു. അദ്ദേഹം നമസ്കരിക്കുകയും സ്തുതികൾ ചൊല്ലുകയും ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചു. സഹോദരൻ്റെയും അമ്മയുടെയും മരണം നിനക്ക് താങ്ങുന്നതിലും അപ്പുറമാണെന്നറിയാം. അത് വിധി കൽപ്പിതമാണ്. മായയുടെ പ്രവർത്തനം കൊണ്ടാണ് ഇതിനെ എല്ലാം വൈകാരികമായി നാം ഉൾക്കൊള്ളുന്നത്. വൈരവും കലഹവും ഇല്ലാതാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ട ധ്രുവൻ യുദ്ധം അവസാനിപ്പിച്ചു. വീണ്ടും വീണ്ടും പ്രണമിച്ച് നിൽക്കുന്ന ധ്രുവനെ ആശ്വസിപ്പിച്ചും നന്നായി വരും മേലിൽ എന്ന് അനുഗ്രഹിച്ചും വിഷ്ണു അപ്രത്യക്ഷനായി. സന്തുഷ്ടചിത്തനായ ധ്രുവൻ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഭക്തിയും രാജനീതിയും സമന്വയിപ്പിച്ച് ഭഗവാൻ അരുളി ചെയ്തതുപോലെ ധ്രുവൻ 26,000 സംവത്സരം നാടുവാണു. പിന്നീട് പുത്രനായ ഉൽക്കലനെ നാടുവാഴിച്ച് ലൗകിക വിരക്തനായി തീർത്ഥയാത്രയ്ക്കിറങ്ങി. പുണ്യതീർത്ഥങ്ങളും പുണ്യക്ഷേത്രങ്ങളും ദർശിച്ച് ബദര്യാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നാരായണ സ്വരൂപത്തെ ധ്യാനിച്ച് അനുദിനം മനഃപൂജയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ പാർഷദന്മാരായ സുനന്ദനും നന്ദനും വന്നെത്തി. അവർ ധ്രുവനെ ദിവ്യവിമാനത്തിൽ കയറ്റി മധുര സംഭാഷണങ്ങളാൽ പരിചരിച്ച് അണ്ഡകടാഹങ്ങളുടെ ഭ്രമണപഥത്തിനും മേലെയുള്ള യാത്രയായിരുന്നു അത്. ത്രിലോകങ്ങൾക്കും മേലെ വിമാനം സഞ്ചരിച്ചു. സപ്തർഷികളെയും നവഗ്രഹങ്ങളെയും കടന്ന് ധ്രുവൻ വിഷ്ണു പദത്തെ പ്രാപിച്ചു. ആ ചന്ദ്രതാരം നക്ഷത്രങ്ങളും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം അധപതനം കൂടാതെ എന്തിനും എല്ലാത്തിനും മീതെ ധ്രുവൻ വിളങ്ങി നിൽക്കുകയാണ് മറ്റൊരു ജഗൽ സാക്ഷിയായി. ധ്രുവചരിതത്തിന് കവി ഫലശ്രുതിയും എഴുതി ചേർത്തിട്ടുണ്ട്. ധ്രുവചരിതം ചൊൽകിലും കേൾക്കിലും ദുരിതവിനാശം വരും, ഒടുവിൽ മോക്ഷവും ഉണ്ടാകും. ധ്രുവൻ്റെ വംശത്തിൽ ജനിച്ചവരായ പ്രചേതസ്സുകൾ നടത്തിയ യാഗത്തിൽ വെച്ചാണ് നാരദൻ ധ്രുവചരിതം ഗാനം ചെയ്തത്. ധ്രുവൻ്റെ സന്തതി ചരിത്രം. മൈത്രേയൻ വിതുരരോട് പറയുന്ന മട്ടിലാണല്ലോ ഈ കഥകളെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത്. ധ്രുവൻ്റെ കഥ തീർന്നപ്പോൾ പ്രചേതസ്സുകളുടെ കഥയറിയാൻ വിതുരർക്ക് താൽപ്പര്യമായി. അത് പ്രകാരം മൈത്രേയൻ ധ്രുവൻ്റെ സന്തതി പരമ്പരകളുടെ ചരിത്രം വിസ്തരിക്കുന്നു. ധ്രുവപുത്രനായ ഉൽക്കലനാണ് ധ്രുവന് ശേഷമുള്ള രാജാവായി വാഴിക്കപ്പെട്ടതെങ്കിലും രാജ്യഭരണത്തിൽ അവന് യാതൊരു ശ്രദ്ധയും ഉണ്ടായില്ല. ശാന്തചിത്തനായ അവൻ എപ്പോഴും പരബ്രഹ്മ സ്വരൂപത്തെ ചിന്തിച്ചു തന്നെ ഇരുന്നു. അക്കാരണത്താൽ ഭൂമി എന്ന ഭാര്യയിൽ ധ്രുവന് ജനിച്ച വത്സരൻ എന്ന ഉൽക്കലൻ്റെ സഹോദരൻ രാജ്യാധിപത്യം ഏറ്റെടുത്തു. വത്സരപുത്രൻ പുഷ്പാർണൻ അവന് പ്രഭ എന്ന ഭാര്യയിൽ പ്രാതകാലം, മധ്യാഹ്നകാലം, സായംകാലം എന്നീ സമയങ്ങളുടെ ദേവതകൾ 3 പുത്രന്മാരായി പിറന്നു. പുഷ്പാർണന് ദോഷ എന്ന മറ്റൊരു ഭാര്യയിലും പ്രദോഷൻ, നിശീഥൻ, വ്യുഷ്ടൻ എന്നീ 3 പുത്രന്മാരുണ്ടായി. പുഷ്പാർണന് ശേഷം രാജ്യം ഭരിച്ചത് വ്യുഷ്ടൻ.
അവന് സർവതേജസ് എന്ന പുത്രനും സർവതേജസ്സിന് ചക്ഷുസ് എന്ന പുത്രനും ജനിച്ചു. അടുത്ത മനുവായി ഉയരുന്നത് ചക്ഷുസാണ്. ഉന്മുഖൻ ആയിരുന്നു ചക്ഷുസിൻ്റെ പുത്രൻ. അവൻ്റെ പുത്രൻ അങ്കൻ. അവൻ അശ്വമേധയാഗം നടത്തി. യജ്ഞഭാഗം സ്വീകരിക്കുവാൻ ദേവന്മാരെത്തുന്നില്ലെന്ന് ഋത്വിക്കുകൾ അറിയിച്ചപ്പോൾ അങ്കൻ കാരണം തിരക്കി. നിനക്ക് സന്തതികളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും വിഷ്ണുവിനെ ഉദ്ദേശിച്ച് പുത്രകാമേഷ്ടി നടത്തിയാൽ സൽപുത്രനുണ്ടാകുമെന്നും ഭാവം സ്വീകരിക്കാൻ ദേവകളെത്തുമെന്നും സദസ്യരറിയിച്ചു. അങ്കൻ അതനുസരിച്ച് പുത്രകാമേഷ്ടി നടത്തി. യാഗ അന്ത്യത്തിൽ ഹോമാഗ്നിയിൽ നിന്നും ദിവ്യപുരുഷൻ കയ്യിൽ പായസപാത്രവുമായി വന്നെത്തി. രാജാവ് അത് സ്വീകരിച്ച് സുനീത എന്ന് പേരുള്ള പത്നിക്ക് നൽകി. അങ്ങനെ അവർക്കൊരു പുത്രൻ ജനിച്ചു. അവൻ്റെ പേര് വേനൻ എന്നായിരുന്നു. അവൻ കുട്ടിക്കാലത്ത് തന്നെ മാതാമഹനായ മൃത്യുവിൻ്റെ സ്വഭാവം കാട്ടിത്തുടങ്ങി. അവന് ജന്മം നൽകിയ ഹവിസ്സ് അശുദ്ധമായി ഇരുന്നതിനാൽ കൂടിയാണ് അവൻ ദുർമാർഗിയായത്. പിതാവായ അംഗരാജാവിൻ്റെ മുജ്ജന്മ പാപങ്ങളുടെ അംശം പിന്തുടർന്നതിനാലാണ് വേനൻ ഇപ്രകാരമായതെന്നും പറയാം. അവനെ നേർവഴിക്ക് നടത്താൻ അങ്കൻ ബാല്യത്തിൽ തന്നെ ശ്രമിച്ചെങ്കിലും ഫലമൊന്നും കണ്ടില്ല. അങ്കൻ വിഷാദഭരിതനായി. മനസ്സമാധാനം നഷ്ടപ്പെട്ട തനിക്ക് സമ്പത്തും ഭോഗങ്ങളും എന്തിനാണ്? അദ്ദേഹം രാജ്യം ത്യജിച്ച് രാത്രിയിൽ കൊട്ടാരം വിട്ടിറങ്ങി. തീർത്ഥാടനം ചെയ്ത് തിരുനാമങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞുകൂടി. ഒടുവിൽ മോക്ഷം കൈവരിച്ചു. രാജാവില്ലാതായതോടെ അനാഥരായ പ്രജകൾ എന്തിനി ചെയ്യേണ്ടതെന്ന് പര്യാലോചിച്ചു. ഒരു പരിഹാരമെന്ന നിലയ്ക്ക് ഋഷിമാർ വേനനെ രാജാവാക്കാൻ ഉദ്ദേശിച്ചു. ദുർവൃത്തനായ വേനൻ കൂടുതൽ കശ്മലനായി. അധികാരം കൂടുതൽ ദുഷിപ്പിക്കും എന്നുണ്ടല്ലോ. ധർമ്മമാർഗങ്ങൾ രാജ്യത്തിൽ ഇല്ലാതായി. ദുഷ്ടന്മാരും ഭയപ്പെട്ടുപോയി എന്നിവിടെ കവി പരിഹസിക്കുകയും ചെയ്യുന്നു. ദുഷ്ടന്മാരും ഭയപ്പെട്ടുപോയി എന്ന് കവി ഇവിടെ പരിഹസിക്കുകയും ചെയ്യുന്നു. കാരണം മുഴുവൻ ദുഷ്ടതയും വേനൻ്റെ കയ്യിലായിപ്പോയിരുന്നു നേരത്തെ. സജ്ജനങ്ങളെ ഉപദ്രവിച്ച് വേനൻ പൊറുതി കെടുത്തി. ജഗത്തിൻ്റെ നാഥനായ താൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വേനൻ പ്രഖ്യാപിച്ചു. എല്ലാവരും ഇനി മുതൽ ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണെന്ന് വേനൻ വിളംബരം ചെയ്തു. ശിവനെയും വിഷ്ണുവിനെയും ആരും വണങ്ങരുതെന്നും അവരെക്കൊണ്ട് എന്തു പ്രയോജനം എന്നും വേനൻ പ്രജകളോട് ചോദിച്ചു. ഇതെല്ലാം കണ്ട് സഹികെട്ട ദേവന്മാരും മുനിമാരും വേനനെ സമീപിച്ച് ഉപദേശിച്ചു നോക്കി. ആ സാമോപായത്തിലൊന്നും വേനൻ വഴിപ്പെട്ടില്ല. ഒടുവിൽ കോപം മുഴുത്ത ഋഷിമാർ അവനെ ശാപം മൂലം വധിച്ചു. എന്നാൽ വേനൻ്റെ അമ്മയായ സുനീത ഈശ്വരേച്ഛയനുസരിച്ചും മന്ത്രങ്ങളുടെയും ഔഷധങ്ങളുടെയും സഹായത്തോടെയും മകൻ്റെ ഭൗതിക ശരീരം കാത്തുസൂക്ഷിച്ചു.